ഇനി നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു മൊമെൻറ്റിലേക്ക് നമ്മളിവിടെ ഇതാ കടക്കാൻ പോവുകയാണ്. അദ്ദേഹം വന്ന ആ ഒരു ടൈം മുതൽ തന്നെ നമ്മളെല്ലാവരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. അങ്ങനെ ഇതാ നമ്മുടെ താരേതിഹാസമായ മലയാളത്തിന്റെ നടന വിസ്മയം നമ്മുടെ സ്വന്തം ലാൽ സാറിനെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ലാൽ സാറ് നമുക്ക് വേണ്ടി ഇവിടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ലാൽ സാറിന് ആദ്യം തന്നെ നമ്മുടെ സ്നേഹം ഒന്ന് അറിയിക്കാൻ പോവുകയാണ്. ലാലേട്ട, ഒരു പൊന്നാട ചാർത്തി ഞങ്ങളുടെ ആദരം ഞങ്ങളൊന്ന് അറിയിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഇവൻറ്റിൻ്റെ ടൈറ്റിൽ സ്പോൺസർ കൂടിയായ പവൻ നല്ലനാട്, പവൻ ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ദ ഫൗണ്ടർ, അദ്ദേഹത്തെയാണ് ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. പ്ലീസ്. പവൻ ഗ്രൂപ്പിന് വേണ്ടി ഇരുവരും ചേർന്ന് ലാലേട്ടിന് വേണ്ടിയുള്ള ഒരു ആദരം ഇവിടെ ഇതാ സമർപ്പിക്കുകയാണ്. ലാൽ സാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ലാലേട്ടൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പേര് മുന്നിലിരിക്കുകയാണ്. റഹ്മാൻ സാർ ഇരിക്കുകയാണ്. യോധയിൽ 30 വർഷം കഴിഞ്ഞ്. സാർ എന്നാ തോന്നുന്നു സാർ ഈ ഒരു മൊമെന്റിൽ? ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സന്തോഷകരമായൊരു സായാഹ്നം നേരുന്നു. ഒരുപാട് സന്തോഷം ഇത്തരത്തിലുള്ളൊരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനെ ബ്ലസ്സി, രാജു, എല്ലാവർക്കും വിഷ്വൽ റൊമാൻസ് എല്ലാവർക്കും എൻ്റെ നന്ദി. മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, മലയാള സിനിമയെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആടുജീവിതം. ആടുജീവിതം സിനിമയാകുന്നു എന്ന കേട്ട നാൾ മുതൽ എത്രയോ പേർ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ആ സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ ഒരാളാണ് ഞാനും. ഈ സിനിമയുടെ ഗോട്ട് ലൈഫിൻ്റെ താഴെ മനോഹരമായ ഒരു വാക്കുണ്ട്, എവരി ബ്രെത്ത് ഈസ് എ ബാറ്റിൽ. മനോഹരമായ ഒരു ലൈനാണ്. ഓരോ ശ്വാസവും ഓരോ യുദ്ധമാണ്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന കാലം മുതൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് കുറച്ചൊക്കെ എനിക്കറിയാം. കൊറോണയുടെ സമയത്ത് ഇവരവിടെ അകപ്പെടുകയും 1-2 പ്രാവശ്യം എനിക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരുടെ ഒരു മാനസിക അവസ്ഥയൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും ശ്വാസം ഈ സിനിമയിലുണ്ട്, അവരുടെ പ്രാർത്ഥന ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് ഈ സിനിമ വലിയൊരു വിജയമായി മാറിയേ പറ്റും. ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരെയും, ഓരോരുത്തരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. 1, 2, 3 പേരുടെ പേര് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബ്ലസ്സി. എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല 3 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ആളാണ് ബ്ലസ്സി. തന്മാത്ര, ഭ്രമരം, പ്രണയം. അതുപോലെ തന്നെ ബ്ലസ്സിയായിട്ട് ചേർന്ന് ഞങ്ങൾ വേറൊരു വലിയൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലസ്സിക്ക് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതിൽ പേര് വന്നത്, ബ്ലസ്സിയുടെ പേര് വന്നു, എൻ്റെയും പേര് വന്നിട്ടുണ്ട്. ക്രിസോസ്റ്റം തിരുമാനിയുടെ ഒരു ഡോക്യുമെൻ്ററി, 48 മണിക്കൂർ നീളമുള്ള ഡോക്യുമെൻ്ററി. സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ബ്ലസ്സി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയും ഈ സിനിമയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്ലസ്സി ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് ഞാൻ അഭിനയിച്ച സിനിമയിലാണ്. പത്മരാജൻ സാർ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. എത്രയോ കാലത്തിന് മുമ്പുള്ള സിനിമയാണ്. അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ് തൂവാനത്തുമ്പികൾ, ഒരുപാട് സിനിമകൾ. ഇവിടെ പറഞ്ഞു ബ്ലസ്സി വളരെ ക്രൂരനായ ഒരാളാണെന്ന്. പക്ഷെ അങ്ങനെ ക്രൂരത വേണം. ക്രൂരത ഉണ്ടെങ്കിലേ, അദ്ദേഹം പറഞ്ഞ പോലെ സ്ട്രഗിൾ ഉണ്ടെങ്കിലേ സക്സസ് ആവും. അതൊരു ക്രൂരതയല്ല, ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വേദനയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് പുറത്ത് കൊണ്ടുവരാൻ അദ്ദേഹം നമ്മളോടല്ലാതെ ആരോടാണ് പറയുന്നത്? അദ്ദേഹം ഒരാളെ സെലക്ട് ചെയ്യുന്നത് അത് അനുസരിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എനിക്ക് ഇയാളിലൂടെ ഞാൻ പറയേണ്ട കാര്യം പറയാൻ സാധിക്കും. ആ വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ശക്തി.
അതിലൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്. ബ്ലസി, താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിങ് എ വണ്ടർഫുൾ ഫിലിം. അതായി മാറട്ടെ. പിന്നെ പറയാനുള്ളത് റഹ്മാൻ സർ, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ യോദ്ധയാണ്. അതിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. എത്രയോ 30 വർഷങ്ങൾക്ക് ശേഷം ആ പാട്ടിപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ നോക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരുപാട് സിനിമകൾ, ഏതാണ്ട് 23 മലയാളം സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഏതാണ്ട് 500-ലധികം സിനിമകൾക്ക് അദ്ദേഹം സംഗീതം, ഓർക്കസ്ട്ര അറേഞ്ച്മെൻറ്റും അല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്രയോ മലയാള സിനിമകൾക്ക് വേണ്ടി റഹ്മാൻ സാർ പ്ലേ ചെയ്തിട്ടുണ്ട്, എൻ്റെ സിനിമകൾ ഉൾപ്പെടെ. എടുത്തു പറയാവുന്ന ഒരു വേറെ കാര്യം, എൻ്റെ തന്നെ ഏറ്റവും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും നല്ല ഒരുപാട് അംഗീകാരം ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ഫിലിമാണ് ഇരുവർ. ഇരുവരിലെ മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹം ചെയ്തു. അതിലുപരി അദ്ദേഹമായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചു. ഞാൻ ആറാട്ട് എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി അദ്ദേഹമായിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. താങ്ക് യു സിലിയൻ, താങ്ക്സ് ടു അക്സെപ്റ്റ് ദിസ് മൂവി ആൻഡ് യു ആർ ബാക്ക് അഗെയിൻ. സാർ ഇത് അക്സെപ്റ്റ് ചെയ്തതിലുള്ള സന്തോഷം പറയുന്നു. മനോഹരമായ പാട്ടുകൾ ഈ സിനിമയ്ക്ക് വേണ്ടിയും മലയാളികൾക്ക് വേണ്ടി, മലയാള സിനിമയായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല, ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ലോക സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഗീതം നൽകുന്നു. താങ്ക് യു സോ മച്ച് സർ. ഇനി പറയേണ്ട ആളാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിനെ എനിക്ക് വളരെ ചെറുപ്പം മുതൽ അറിയാം, സുഖേട്ടനെ അറിയാം, മല്ലിക ചേച്ചി അറിയാം. അതൊക്കെ ഉപരി അദ്ദേഹം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്ത് സംഭാവന ചെയ്തു എന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷേ മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ദൃശ്യ വിസ്മയം ഒരു സിനിമയിലൂടെ അദ്ദേഹം ഒരുക്കി, ലൂസിഫർ. അതിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എങ്ങനെയാണ് ഒരു സിനിമയുടെ ലെൻസിങ്, എന്താണ് ഒരു ആക്ടറിൽ നിന്ന് വേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സിനിമയെക്കുറിച്ച് വളരെയധികം ധാരണയുള്ള, മറ്റ് ആക്ടേഴ്സിന് ധാരണ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇത് വളരെയധികം ധാരണയുള്ള ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. അദ്ദേഹം ചെയ്ത ഏറ്റവും മനോഹരമായ ഒരു സിനിമയായിരുന്നു ലൂസിഫർ. അത് ഏറ്റവും എല്ലാ ഭാഷകളിലും അക്സെപ്റ്റ് ചെയ്തൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് വിഭിന്നമായി അദ്ദേഹം വേറൊരു സിനിമ ചെയ്തു, ബ്രോ ഡാഡി. അതിലും ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ചെയ്തു. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ട് വരികയാണ്, എമ്പുരാൻ. ഞങ്ങൾ 2 പേരും USA-ൽ നിന്ന് മടങ്ങി വന്നത് ലൂസിഫറിൻ്റെ 2ാം ഭാഗം എന്ന് പറയപ്പെടാൻ സാധ്യതയുള്ള എമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഈ ഫംഗ്ഷന് വരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ബ്ലസ്സി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബ്ലസ്സി ഞാൻ US-ലാണ്, പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും വരാം. ബ്ലസ്സി ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ 3 പേരും എൻ്റെ സിനിമാ ജീവിതത്തിലെ വലിയ എന്താ പറയണ്ടത്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച ആൾക്കാരാണ്. ഇത് പറയാൻ കാര്യം, ഈ 3 പേരും അവരവരുടെ ജോലിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആൾക്കാരാണ്, ഒരു പെർഫെക്ഷൻ നോക്കുന്ന ആൾക്കാരാണ്. ആ പെർഫെക്ഷൻ ഈ സിനിമയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും, ക്യാമറമാൻ സുനിൽ, അല്ലെങ്കിൽ റസുൽ ജി, ഒരുപാട് പേര്, ഞാൻ ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല, ഇതിൽ അഭിനയിച്ച ആൾക്കാർ എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം അവർ അനുഭവിച്ച, അങ്ങനെയല്ല, ഒരുപാട് സിനിമകൾ നമ്മൾ കഷ്ടപ്പെട്ട് അഭിനയിക്കും, അല്ലെങ്കിൽ നിർമ്മാണ സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടും. പക്ഷേ ആ സിനിമ ഒരു വലിയ സക്സസ് ആകുമ്പോൾ ഇതെല്ലാം നമ്മൾ മറക്കും. അങ്ങനെ എല്ലാം മറക്കാനുള്ളൊരു അവസരമായിട്ട് ഈ സിനിമ മാറട്ടെ. ദൈവത്തിൻ്റെ കയ്യൊപ്പോടുകൂടി ഈ ഗോഡ് ലൈഫ് എന്നുള്ളത് ഒരു ഗോഡ് ലൈഫായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഏറ്റവും മനോഹരമായ ഒരു സിനിമ മലയാളത്തിൽ നിന്ന്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മലയാളം എന്ന് പറയുന്നത് എൻറ്റിറ്റി വൈസ് ഒരു ചെറിയ സ്ഥലമാണ് കേരളം, പക്ഷേ ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ സിനിമാസ്കോപ്പ് സിനിമ മലയാളത്തിൽ നിന്നാണ്. ആദ്യത്തെ ഒരു പ്രോസസ്ഡ് 70mm സിനിമ മലയാളത്തിൽ നിന്നാണ്. ആദ്യത്തെ 3D സിനിമ മലയാളത്തിൽ നിന്നാണ്. ആദ്യത്തെ ഒരു കോ പ്രൊഡക്ഷൻ വേറൊരു രാജ്യമായിട്ട് പോയ ഒരു സിനിമ മലയാളത്തിൽ നിന്നാണ്. ഇനി എന്തൊക്കെയോ നേടാൻ പോകുന്ന ഈ സിനിമയും മലയാളത്തിൽ നിന്നാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടി പൃഥ്വിരാജ്, എനിക്കറിയാം അദ്ദേഹം കഷ്ടപ്പെട്ട്
നാളുകൾ. അദ്ദേഹം തടി കുറയ്ക്കാനായിട്ട്, അത് കഴിഞ്ഞ് കൊറോണ വന്നു, അത് കഴിഞ്ഞ് തടി കൂടി, അത് കഴിഞ്ഞ് കുറയ്ക്കാനായിട്ട് അദ്ദേഹത്തെ ഞാൻ ഒന്ന് വിളിച്ച് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പൃഥ്വിരാജ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പൃഥ്വിരാജ് ഇവിടെ പോയി. അങ്ങനെ ഇതാ ആടുജീവിതത്തിന്റെ നജീബ്, നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ പൃഥ്വിരാജ് കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ പൃഥ്വിനെ ഈ ഒരു വേദിയിലേക്ക് നമ്മളിവിടെ ഇതാ സാർ വിളിച്ചു കഴിഞ്ഞു. ലാലേട്ടന്റെ ഈ ഒരു സാന്നിധ്യത്തിൽ പൃഥ്വി, നമ്മളെല്ലാവരും ഇമോഷണലി ഇന്ന് വളരെ കണ്ടന്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് പേര് നജീബിനെ പറ്റി പറഞ്ഞു, ആടുജീവിതത്തിൻ്റെ യാത്രയെ പറ്റി പറഞ്ഞു. നിങ്ങളുടെ ഒരു ജേർണി നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. ഈ ഒരു മൊമെന്റിൽ പൃഥ്വിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് സത്യത്തിൽ ഈ സിനിമയുടെ ഇങ്ങനൊരു ചടങ്ങിൽ എന്ത് ഓർഡറിൽ എന്ത് പറയണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതക്കുറവുണ്ട്. സാധാരണ നമ്മൾ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിനൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടാവുമല്ലോ. എനിക്ക് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തുടങ്ങണമെന്നും എന്ത് ഓർഡറിൽ പറയണമെന്നും എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. ഉറപ്പായിട്ടും ഞാൻ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ മറക്കും. അതിനാദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിച്ചോളുന്നു. 14-15 വർഷങ്ങൾക്ക് മുമ്പാണ് ബ്ലെസ് ചേട്ടൻ എൻ്റെ അടുത്ത് എനിക്കിങ്ങനെ ആടുജീവിതം സിനിമയാക്കിയാൽ കൊള്ളാവുന്നുണ്ട്, അപ്പോൾ അതിൽ നജീബായിട്ട് രാജു അഭിനയിക്കണം എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം അന്ന് ബ്ലെസ് ചേട്ടൻ എന്നെ ആദ്യം കണ്ട ദിവസം തന്നെ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ കഥയിൽ ബ്ലെസ് ചേട്ടൻ്റെ വിഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിലിംഗ് എനിക്ക് തന്നിരുന്നു. അപ്പം ഞാൻ ആദ്യം അന്ന് അദ്ദേഹത്തോട് ചോദിച്ചത്, ഇത് 2008-09 കാലഘട്ടത്തിലാണ്. ആദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, ബ്ലെസ് ചേട്ടാ ഇത് മലയാളത്തിൽ നടക്കുമോ? കാരണം ബ്ലെസ് ചേട്ടൻ ഈ പറയുന്ന പോലൊരു സിനിമയൊന്നും അന്നത്തെ കാലമാണ്. അപ്പോൾ നമുക്കൊരു പിന്നീടുണ്ടായ ദൃശ്യം അത്തരം സിനിമകളൊന്നും വന്ന് നമ്മുടെ മാർക്കറ്റ് അങ്ങനെ വലുതായിട്ടില്ല. അപ്പം ഞാൻ ആദ്യം ചോദിച്ചത് ഇത് മലയാളത്തിൽ നടക്കുമോ, മറ്റൊരു ഭാഷയിൽ ചെയ്യുന്നതല്ലേ നല്ലത്? അപ്പം അന്ന് ബ്ലെസ് ചേട്ടൻ പറഞ്ഞാണ്, രാജു ഇത് നജീബിൻ്റെ കഥയാണ്, ഇത് മലയാളത്തിൻ്റെ കഥയാണ്, അപ്പോൾ ഇത് മലയാളത്തിൽ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന്. 10 കൊല്ലങ്ങൾ 10 years 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. കഥ പറയുന്ന വർഷം കഴിഞ്ഞ് 10 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ആ 10 വർഷക്കാലത്തെ ജേർണി സ്ട്രഗിൾ എന്തായിരുന്നുവെന്ന് ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരിൽ ബ്ലെസ് ചേട്ടൻ്റെ കുടുംബവും കഴിഞ്ഞാൽ ഏറ്റവും നന്നായി അറിയുന്നത് ഞാനായിരിക്കും. കാരണം അന്ന് ഈ വിഷ്വൽ റൊമാൻസ് എന്ന് പറയുന്ന ബാനറില്ല, ഈ സിനിമയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മറ്റ് ടെക്നീഷ്യൻസ് ഇല്ല, ആകെ ബ്ലെസ് ചേട്ടനും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ബ്ലെസ് ചേട്ടൻ എന്നോട് പറയുന്ന, രാജു നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം, അതെപ്പോഴും ഓർമ്മ വേണം എന്ന്. ആ 10 വർഷത്തെ സ്ട്രഗിളിന് ശേഷമാണ് ശരിക്കും 2018 ഷൂട്ടിംഗ് തുടങ്ങാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ബ്ലെസ് ചേട്ടനും ഞാനും വിചാരിക്കുന്ന എല്ലാം, ഇപ്പോൾ നമുക്ക് മുമ്പിൽ എല്ലാ വഴികളും തുറക്കപ്പെട്ടു, ഇനി നമുക്ക് നല്ല രീതിയിൽ വളരെ സ്മൂത്തായിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്ത് തീർക്കാം എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് 2018 ഷൂട്ടിംഗ് തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് അവിടുന്ന് അങ്ങോട്ടുണ്ടായ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഫിക്ഷണൽ കഥ പോലെ നമുക്കൊരു സിനിമയായിട്ട് എടുക്കാൻ സാധിക്കുന്ന, മറ്റൊരു ഡോക്യുഫിക്ഷൻ പോലെയെങ്കിലും എടുക്കാൻ സാധിക്കുന്നൊരു വിഷയമാണ്. ഈ ജേർണിയിൽ സത്യത്തിൽ നമ്മൾ ആരും പൊഴിഞ്ഞു പോകാതെ എല്ലാവരും ഈ ഒരു വിഷനോടൊപ്പം ഇങ്ങനെ വിശ്വാസത്തോടു കൂടി നിന്നതിൻ്റെ പ്രധാന കാരണം ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ആടുജീവിതത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഞാൻ അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ ലാൽ സാറിനെ വെച്ച് എൻ്റെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുന്നത്. ആടുജീവിതത്തിൻ്റെ ഓഡിയോ ലോഞ്ച് നടക്കുമ്പോൾ ഞാൻ ലാൽ സാറിനെ വെച്ച് എൻ്റെ 3ാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി ഞാനൊരു 300 സിനിമകൾ സംവിധാനം ചെയ്താലും ഈ ഒരൊറ്റ സിനിമയിൽ ബ്ലെസ്സി എന്ന സംവിധായകൻ ചെയ്തിരിക്കുന്നതിൻ്റെ 7 അയലത്ത് എനിക്ക് എത്താൻ പറ്റില്ല. കാരണം ഒരു വിഷൻ നമ്മുടെ മനസ്സിൽ കാണുകയും അതിനുവേണ്ടി ഇങ്ങനെ ഒരു ജേർണി നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത്, ഇത് സിനിമയോ ഒന്നുമല്ല, ഇതൊരു തരം തപസ്സാണ്. ഇത് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാവും. കാരണം ബ്ലെസ് ചേട്ടൻ ഈ സിനിമയുമായി എൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വാണ്ടഡായ, ഏറ്റവും ശമ്പളം കൈപ്പറ്റുന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും വളരെ ഒരു മോഹത്തോടു കൂടി നോക്കിക്കണ്ടിരുന്ന ഒരു ഡയറക്ടറാണ് ബ്ലെസ് ചേട്ടൻ. അന്ന് മുതൽ കഴിഞ്ഞ 16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിച്ചതെന്ന് പറയുന്നത് മറ്റെല്ലാ ത്യാഗങ്ങളും, ഞാൻ പറഞ്ഞ ക്രൂവിൻ്റെ ത്യാഗങ്ങളും
ചെറുതാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ആൾക്കാർ എന്നോട് പൃഥ്വിരാജ് ഇങ്ങനെ തടി കുറച്ചു, ഇങ്ങനെ തടി കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ അങ്ങനെ വലിയ ഒരു പ്രോത്സാഹിപ്പിക്കാത്തത് അതൊന്നും ഒരു സ്ട്രഗിളേ അല്ല ആക്ച്വലി. കമ്പയർ ടു വാട്ട് ബ്ലെസ്സി ഈസ് ബീൻ ത്രൂ, ഞാൻ തടി കുറച്ചതും കൂട്ടിയതൊന്നും ഇസ് നത്തിങ്. അദ്ദേഹത്തിൻ്റെ സ്ട്രഗിളിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇന്നിവിടെ നിൽക്കുന്നത്. പിന്നെ നമുക്കൊരു ക്രൂ ഉണ്ടായിരുന്നു, ഒരു 100-120 മെമ്പർ ക്രൂ. അതിലൊരു 80ഓളം ആൾക്കാർ ഈ ഫുൾ ജേണി നമ്മുടെ ഒപ്പം കവർ ചെയ്തതാണ്. ചീഫ് ടെക്നീഷ്യൻസ് മുതൽ ഈ പറയുന്ന ഏറ്റവും താഴത്തെ ഒരു അസിസ്റ്റൻറ്റ്, ഈ താഴെ മുകളിൽ എന്ന് പറയുമ്പോൾ വെറുതെ ഹൈറാർക്കിയുടെ സ്വഭാവത്തിന് പറയാണ്. സിനിമയിൽ അങ്ങനെ ഇല്ല. നമ്മളൊരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഈക്വൽ ടീം സ്പോർട്ട് പോലെയാണ്. അപ്പോൾ ഈ ഹോൾ ടീം നമുക്കൊരു അമേസിങ് ക്രൂ ഉണ്ടായിരുന്നു. ഈ സിനിമയും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ വിഷയവും ഭയങ്കരമായിട്ട് ആഴത്തിൽ സ്നേഹിച്ചൊരു ക്രൂ. ആ ക്രൂവിനോട് എനിക്ക് നന്ദി പറയണം. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ, മേക്കപ്പ് മാൻ, ആർട്ട് ഡയറക്ടർ, കോസ്റ്റ്യൂം ഡിസൈനർ, പ്രൊഡക്ഷൻ, എനിക്ക് എൻ്റെ ട്രെയിനർ, എൻ്റെ ഈ സെറ്റിലുണ്ടായിരുന്ന ഡോക്ടർ, ഇവരോടൊക്കെ എനിക്ക് നന്ദി പറയാനുണ്ട്. ബ്ലെസ്സേട്ടനും ഞാനും എപ്പോഴും തമാശയ്ക്ക് പറയുമായിരുന്നു. ഞാൻ ബ്ലെസ്സേട്ടനോട് പറയും, ബ്ലെസ്സേട്ടാ ആര് വീണാലും അവസാനം വീഴാൻ പോകുന്ന ഞാനായിരിക്കും എന്ന് പറയും. അപ്പോൾ ബ്ലെസ്സേട്ടൻ പറയും, അല്ല അവസാനം വീഴാൻ പോകുന്ന ഞാനായിരിക്കും എന്ന് പറഞ്ഞൊരു പന്തയം ഉണ്ടായിരുന്നു. ആ പന്തയം ഞാൻ ജയിച്ചു. ബ്ലെസ്സേട്ടൻ ഓർമ്മ കാണില്ല, ഈ സിനിമയുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം അദ്ദേഹം കൊളാപ്സായി. അദ്ദേഹം 2 ദിവസം അവിടെ ജോർഡനിൽ ഹോസ്പിറ്റലായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് മാറ്റി സുപ്രിയയും ഞാനും തിരിച്ചിങ്ങോട്ട് ഇപ്പോൾ പാക്കപ്പ് ആയതുകൊണ്ട് സുപ്രിയ വന്നിരുന്നു. തിരിച്ചിങ്ങോട്ട് വന്ന ഫ്ലൈറ്റിലാണ് ബ്ലെസ്സേട്ടനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ വീൽ ചെയറിലാണ് അമാൻ എയർപോർട്ടിലെ ലൗഞ്ചിൽ കൊണ്ടിരുത്തിയത്. ഭക്ഷണമൊന്നും താനെ കഴിക്കാൻ പറ്റാത്ത, അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല. അപ്പോൾ അത്രയും ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് ഒരു ഫിൽം മേക്കർ ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഫലമാണ് ഈ സിനിമ. ബട്ട് അതൊന്നും നാളെ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഇതൊന്നും സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാർഡിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു എന്നൊന്ന് എഴുതി കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് നല്ല ബോധമുണ്ട് ഞങ്ങൾക്ക്. ഇന്നത് മ്യൂസിക് ലോഞ്ച് ആയതുകൊണ്ട് ഐ ഹാവ് ടു സേ സംതിങ് അബൌട്ട് റഹ്മാൻ സർ. I am also a fan, it's becoming a cliched statement. Everybody is a huge fan of you. But I've had the privilege of acting in two films that you have composed for before this. One is Mani Sir's Ravanan. The second film is Kavya Thalaivan, Vasantha Balan's Kavya Thalaivan. Both these films had amazing music. But I don't remember, I've done more than 100-120 films. I don't remember another time where I've heard the score of a film after having done it entirely and then wished, man, I wish I had the score with me when I was acting. I so wish I could hear the music before each take now. But then that is the process of cinema. You don't get to do that. But thank you for what you have done for the film. You are as big a character as Najib is in the cinematic version of Aadjeevitham. It's an amazing piece of work. My co-actors, Jimmy, Rick, my brother Talib, they are all stars in their own rights. Absolute privilege to have shared working environment and screen space with you. ഒരു കൊച്ചു പയ്യനുണ്ട് നേരത്തെ ഇവിടെ വന്ന ഗോകുൽ. അവനെക്കുറിച്ച് ആരും പറയുന്നില്ല. ഞാൻ അവനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞേ പറ്റൂ. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടി ഈ ട്രാൻസ്ഫർമേഷൻ നടത്തിയത് ഞാൻ മാത്രമല്ല, ഹക്കീമും കൂടിയാണ്, ഗോകുലും കൂടിയാണ്. അവനും എന്നെപ്പോലെ തന്നെ തടി കുറയ്ക്കുകയും ഈ സിനിമയ്ക്ക് വേണ്ടി ആ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ട്രാൻസ്ഫർമേഷൻ എന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ പേര് മാത്രമല്ല പറയേണ്ടത്, അവൻ്റെ പേരും പറയണം, ഗോകുലിൻ്റെ പേരും പറയണം. ദെൻ ഓഫ് കോഴ്സ് ഇത് ഇങ്ങനൊരു സിനിമ നടത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറപ്പെട്ട കാര്യമല്ല. അത് ബ്ലെസ് ചേട്ടന് എനിക്കറിയാം ത്രൂ ഔട്ട് അതിൻ്റെ സപ്പോർട്ടും അതിൻ്റെ അഡ്വൈസും തന്ന KG എബ്രഹാം സാറിന് ഉറപ്പായിട്ട് ഞാൻ 2 ടിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് 2 ടിക്കറ്റിനുള്ള സഹായം അദ്ദേഹം എന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. ഉറപ്പായിട്ട് ഞാൻ ആരൊക്കെയോ മറന്നിട്ടുണ്ട്, എന്തൊക്കെയോ മറന്നിട്ടുണ്ട്. അപ്പോളജീസ് ഇൻ അഡ്വാൻസ്. ആൻഡ് മോർ ദൻ എനിത്തിങ് താങ്ക് യു ലാലേട്ട. ഞാനൊരു ഒരാഴ്ച നന്നായിട്ട് കഷ്ടപ്പെടുത്തിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇപ്പോഴും നല്ല ഉറക്കച്ചടവിലാണ്. ബട്ട് ലാലേട്ടൻ അതിന് ശേഷം, എൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഖത്തറിൽ പോയി, പിന്നെ ചെന്നൈയിൽ പോയി 2 nights ഐ നോ കണ്ടിന്യൂസ്ലി ഒരു റിയാലിറ്റി ഷോയ്ക്ക് ഷൂട്ട് ചെയ്തിട്ട് അദ്ദേഹം ഉറങ്ങാതെയാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച് ഫോർ ഗ്രേസിങ് ദിസ് ഒക്കേഷൻ. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, എന്നെ ഇത്രയും വർഷങ്ങൾ സ്നേഹിക്കുകയും എൻ്റെ സിനിമകളെ എൻ്റെ തോൽവികളിലും ജയങ്ങളിലും എൻ്റെ സിനിമകളുടെ പരാജയങ്ങളിലും വിജയങ്ങളിലും എന്നോടൊപ്പം നിന്ന നിങ്ങളെ താങ്ക് യു സോ മച്ച്.
ഇതെൻ്റെ സിനിമയെന്നോ ബ്ലസ് ചേട്ടൻ്റെ സിനിമയെന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി ദിസ് ഇസ് ആർ ഇൻഡസ്ട്രീസ് ഫിലിം, മലയാള സിനിമയുടെ സിനിമയാണ്. നന്നാവട്ടെ. താങ്ക് യു. സൂപ്പർ. ലാൽ സാറുണ്ട്, പൃഥ്വിയുണ്ട്, ലാലേട്ടൻ്റെ ഈ ഒരു സാന്നിധ്യത്തിൽ എനിക്ക് തോന്നുന്നു ലാൽ സാറിൻ്റെ ഒരു വലിയൊരു ഫാൻ ബോയ് ആണ് പൃഥ്വി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡയറക്ടറാണ്, നജീബായിട്ട് ദേ നിൽക്കുകയാണ് പൃഥ്വി ഇവിടെ. ലാൽ സാറിന് നജീബിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ലാൽ സാർ? ഞങ്ങൾ പറയുകയല്ല, ഇനി കാണാൻ പോവാണ്, കേൾക്കാൻ പോവാണ്. ഓക്കെ, എപ്പോഴും നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവിധ നന്മകളും അദ്ദേഹത്തിനുണ്ടാകട്ടെ. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം ഞാൻ നേരത്തെ മറന്നുപോയെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം, ഈ സിനിമയുടെ സമയത്ത് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, എൻ്റെയും ഗോകുലിൻ്റെയും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ നമുക്കൊരു ഡോക്യുമെൻ്ററി ചെയ്യണം. ഇങ്ങനെ ദങ്കലിലൊക്കെ കണ്ടിട്ടില്ലേ ആമിർ ഖാൻ സാറിൻ്റെ ഒരു, അപ്പോൾ അങ്ങനെ ഒരു സാധനം നമുക്ക് ചെയ്യണം, അത് ഭയങ്കര വ്യൂവർഷിപ്പ് ഉണ്ടാകും, ട്രാക്ഷൻ കിട്ടുന്നൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ അതിനോടൊരു എതിരഭിപ്രായം പറഞ്ഞത്, ഈ ഞാനും ഗോകുലും ഒക്കെ ഡയറ്റ് ചെയ്ത് ജിമ്മിൽ പോയി ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി ഒരു ഫിസിക്കൽ ഇൻസ്ട്രക്ടറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ നടത്തുന്ന ട്രാൻസ്ഫോർമേഷൻ ഒരു മനുഷ്യൻ ജീവിച്ചു തീർത്ത ജീവിതത്തിൻ്റെ കഥയാണ്. അതിൻ്റെ മുമ്പിലാണോ നമ്മൾ ഇത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്നത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റെന്തിനേക്കാളും നജീബക്ക, താങ്ക് യു ഫോർ ലിവിങ് ദ ലൈഫ് യു ലിവ്ഡ്. നിങ്ങൾ ജീവിച്ച ജീവിതമാണ് ഇതിനെല്ലാത്തിനും കാരണം. താങ്ക് യു സോ മച്ച്. ഓഫ് കോഴ്സ് ബെനിച്ചേട്ടനും ബ്ലസ് ചേട്ടനും ഞാനും ഒക്കെ ഇപ്പോൾ ഈ സംവിധായകൻ, കഥാകൃത്ത്, നടൻ, ആ റിലേഷൻഷിപ്പ് എന്നൊക്കെ അവിടെ നിന്നൊക്കെ എവിടെയോ പോയി. അപ്പോൾ അവരെയൊക്കെ ഫോർമലി താങ്ക് ചെയ്യുന്നതിന് എനിക്ക് എന്തോ പോലെ ഉണ്ട്. ബട്ട് ബെനിച്ചേട്ട, ബ്ലസ് ചേട്ടൻ നജീബിന് എൻ്റെ മുഖമാണെന്ന് പറഞ്ഞപ്പോൾ അത് അവനല്ല എന്ന് പറയാതിരുന്നതിന് താങ്ക് യു. ആൻഡ് ടു ഓൾ ഓഫ് യു വൺസ് അഗൈൻ താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. ഇനി സാർ ഒന്നുകൂടി ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണമെന്ന് ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യണം. ഇരുവരും ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. ഇനി പൃഥ്വിക്ക് മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ ഒരു സ്നേഹം ഞങ്ങൾ അറിയിക്കാൻ പോവുകയാണ്. പൊന്നാട ചാർത്താനായിട്ട് ഉമേഷ്, ദ ഡിസ്ട്രിക്ട് കളക്ടർ ഓഫ് എറണാകുളം, അദ്ദേഹത്തെ സാദരം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഡിസ്ട്രിക്ട് കളക്ടറാണ് അദ്ദേഹം, എറണാകുളത്തിൻ്റെ. അദ്ദേഹമാണ് ഇവിടെ പൊന്നാട ചാർത്തുന്നത്. പൃഥ്വിരാജിന് വേണ്ടി ഇവിടെ ഇതാ ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ ആദരം അറിയിച്ചുകൊണ്ട് തന്നെ കേരള കമോൺ ഈ ഒരു ആക്ടറിന്റെ ആക്ഷന് വേണ്ടി താങ്ക് യു സോ മച്ച് സർ. ഇനി പൃഥ്വി, ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല. ആക്ച്വലി ഈ സിനിമയിൽ എന്നെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത 2 പേരുണ്ട്, എൻ്റെ ഭാര്യ, എൻ്റെ മോളും. അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കും തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം എല്ലാ സിനിമകൾക്കും എല്ലാ ആക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ ഫാമിലിയിൽ നിന്നും ഒരുപാട് ത്യാഗവും കോംപ്രമൈസും സൂചിച്ചേച്ചിട്ടൊക്കെ സംസാരിച്ചറിയാം. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നത്. പക്ഷേ ഈ സിനിമ അങ്ങനെ ആയിരുന്നില്ല. വി വർ സെപ്പറേറ്റഡ് ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം. ഐ വാസ് ഇൻ ഈറ്റിംഗ്, സോ ഐ വാസ് വെരി ആംഗ്രിയർ ദാൻ യൂഷ്വൽ ഒരുപാട് നാളത്തേക്ക്. അപ്പോൾ എൻ്റെ എല്ലാ മൂഡ് സ്വിങ്സും, എൻ്റെ എല്ലാ അഭാവങ്ങളും, എൻ്റെ ആബ്സെൻസും സഹിച്ച് വീട് മാനേജ് ചെയ്ത സുപ്രിയയ്ക്കും എന്നെ അങ്കിൾ എന്ന് വിളിച്ച് തുടങ്ങാത്ത എൻ്റെ മകൾക്കും ഒരുപാട് നന്ദി. സുബോ, പൃഥ്വി ആൻഡ് ലാലേട്ടൻ 2 പേരും ഉണ്ട്. 2 പേരുടെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ നൽകിയ ആ സംവിധായകനെയാണ് ഞങ്ങൾ ഇനി ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആടുജീവിതം, ദ ഗോഡ് ലൈഫ് ഒരുക്കിയ മലയാളത്തിൻ്റെ ബ്ലെസ്സിംഗ് ആയ ഇന്ന് നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തെ നമ്മളിവിടെ ഇതാ ഇരുകയും നീട്ടി ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ ആനയിക്കാൻ പോവുകയാണ്. മലയാളത്തിന്റെ സ്വന്തം the phenomenal director Blessing sir.
സാറിൻ്റെ 2018 തൊട്ട് 2024 വരെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. പൃഥ്വിയുടെ നജീബിന് വേണ്ടിയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കറിയാം. എന്നാൽ ബ്ലസി എന്ന സംവിധായകൻ മലയാളത്തിന് വേണ്ടി, വിശ്വ സിനിമയ്ക്ക് വേണ്ടി നൽകാനിരിക്കുന്ന ആട് ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളിതാ കാണുകയാണ്. വലിയൊരു കയ്യടി നൽകണം. കാരണം 16 വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഇന്ന് ഈ ഒരു വേദിയിലൂടെ ഇതാ സഫലമായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ പൃഥ്വി പറഞ്ഞതുപോലെ സാറ് മലയാളത്തെ വിശ്വ സിനിമയ്ക്ക് മുന്നിൽ മാതൃകയാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ്. സാർ ഈ ഒരു മൊമെന്റിൽ ആസ് എ ഡയറക്ടർ, ആസ് എ മേക്കർ എന്തുമാത്രം അഭിമാനിക്കുന്നു സാർ? എനിക്ക് ഒരുപാട് നന്ദി മാത്രമാണ് പറയാനുള്ളത്. ആദ്യമായി ഈശ്വരനോടും എന്നെ സ്നേഹിച്ച എൻ്റെ ഗുരുക്കന്മാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പ്രത്യേകിച്ച് KG എബ്രഹാം സാർ, അങ്ങനെ ഒരുപാട് നന്ദി പറയേണ്ട ഒരു നിമിഷമാണ്. അതിൽ എല്ലാവരുമുണ്ട്. ക്രൂ മെമ്പേഴ്സുണ്ട്, റഹ്മാൻ സാറുണ്ട്, റസൂൽ കുട്ടിയുണ്ട്, അങ്ങനെ അമലയുണ്ട്, രാജുവുണ്ട്. എല്ലാവർക്കുമുള്ള ഒരു വലിയ നന്ദിയായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന വലിയൊരു ഭാഗ്യ അവസ്ഥയാണ്. 2009 ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൻ്റെ താളിൽ നിന്നും ഇത്രയധികം യാത്ര ചെയ്ത് 2024 അതൊരു സിനിമയായി എത്തുന്നു എന്ന് പറയുന്നത്, എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമായി തോന്നുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ കാലയളവിനെ കാണുന്നത്. കാരണം എനിക്ക് എന്നും ഓർക്കുവാൻ ഒരുപാട് ഓർമ്മകളുമായിട്ടായിരിക്കും എൻ്റെ ഒരു ജീവിതത്തിനെ ഞാൻ എഴുതി ചേർക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സ്നേഹം നമ്മൾ അറിയിച്ചേ മതിയാകുള്ളൂ. അതിനു മുമ്പായിട്ട് പൃഥ്വിയുണ്ട്, ലാലേട്ടനുണ്ട്. സാറിൻ്റെ ഏറ്റവും മികച്ച 3 ചിത്രങ്ങൾ നമുക്ക് നൽകിയൊരു ആക്ടർ കൂടിയാണ് ലാലേട്ടൻ. ശരിക്കും ഞാൻ വളരെ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ് ലാലേട്ട, വേറൊന്നുമല്ല, കാരണം തന്മാത്ര എന്ന ചിത്രത്തിന് വേണ്ടി നഗ്നനായിട്ട് ലാലേട്ടൻ അതിലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭ്രമർ എന്ന സിനിമയ്ക്ക് വേണ്ടി സാറ് തലകുത്തി നിർത്തി. അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ടൊരു ഡയറക്ടർ കൂടിയാണ് ബ്ലസി സാർ എന്ന് പറയുന്നത്. രണ്ടും കഷ്ടപ്പാടല്ല. ഇവരനുഭവിച്ച് നോക്കുമ്പോൾ നഗ്നനായിട്ട് നിൽക്കുന്ന കഷ്ടപ്പാടല്ല, തലകുത്തി നിൽക്കാനും എനിക്ക് പറ്റും. അല്ല, എന്നാലും ലാലേട്ട എല്ലാവരും പറഞ്ഞു ബ്ലസി സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഹാർഡ്ഷിപ്സ് അദ്ദേഹം നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത്. ഇപ്പം 98 kgs നിന്നാണ് ഒരു 61, 62 ആ ഒരു റേഞ്ചിലേക്ക് പൃഥ്വി വിത്തിൻ മന്ത്സാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പൃഥ്വി നടത്തിയത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ലാൽ സാർ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടനെ നജീബായിട്ട് പരിഗണിക്കാതിരുന്നത് ബ്ലസി സാർ? വലിയ കാര്യം, അത് ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കണ്ട. ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോട്ടെ. ഏറ്റവും നല്ല കാളെ എല്ലാം ചെയ്ത് കഴിഞ്ഞല്ലേ, ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലും ഇട്ട് പണി തരും ബ്ലസി. അല്ല, അത് ബ്ലസി സാർ തന്നെ ഒന്ന്. കാരണം ഏത് മൊമെൻറ്റിലാണ് പൃഥ്വിയുടെ ഈ ഒരു മുഖം തെളിഞ്ഞു വരുന്നത് ബ്ലസി സാർ? കാരണം ആട് ജീവിതം വായിച്ചുകൊണ്ടിരിക്കുന്നൊരു ടൈമിൽ നജീബായിട്ട് ലോകത്തിന് മുന്നിൽ തെളിയാൻ പോകുന്നത് പൃഥ്വിരാജാണെന്ന് ആ തോന്നിച്ച ആ ഒരു മൊമെൻറ്റ് ഏതായിരിക്കും ബ്ലസി സാറിൻ്റെ? എനിക്ക് തോന്നുന്നത് ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മുഖത്തിലേക്ക് എത്താമായിരിക്കാം. പക്ഷെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് എൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് രാജു എന്ന് പറയുന്നത്, ഈ ഒരു ജേർണിക്കിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിന് വലിയൊരു സമർപ്പണം ആവശ്യമാണ്, ഡെഡിക്കേഷൻ ആവശ്യമാണ്. ആ ഡെഡിക്കേഷൻ ഞാൻ രാജുവിൽ കണ്ടതാണ്. എൻ്റെ ആദ്യത്തെ എനിക്ക് രാജുവിലേക്ക് എത്തുവാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വാസ്തവം. തീർച്ചയായിട്ടും. പൃഥ്വി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? കാരണം സ്വന്തം ബോഡിയെ ടോർച്ചർ ചെയ്ത് എനിക്കൊന്ന് ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ പൃഥ്വി അതിലേക്ക് മാറിക്കഴിഞ്ഞായിരുന്നു. ഇല്ല, ടോർച്ചറിങ്ങും നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എൻ്റെ അമ്മ ബ്ലസ്സറിനെ തട്ടിക്കളയാൻ വരെ തയ്യാറായി എന്നാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ അടുത്ത് മലയ ചേച്ചി വിളിച്ചിട്ടുണ്ട്, സുപ്രിയ വിളിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ മകനെ, ഭർത്താവിനെ ഒക്കെ ഇങ്ങനെ കരുതുന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ട്രാൻസ്ഫോർമേഷൻസ് മാത്രമല്ല, ഞങ്ങളിത് തുടങ്ങുമ്പം തന്നെ ഒരു 3-4 ഷെഡ്യൂൾസായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരുന്നത്. കാരണം ഒരു 3.5 വർഷക്കാലം ഇദ്ദേഹം അനുഭവിച്ചതിനെ നമ്മൾ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാകത്തില്ല. പക്ഷേ ദൃശ്യത്തിലൂടെ കാണുമ്പോൾ ഇയാളുടെ ഈ 3.5 വർഷക്കാലത്തെ ജേർണി
ഫിസിക്കലി ഒരുപാട് ചേഞ്ചസ് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. പക്ഷെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് അത് കൂടി വന്നു എന്നുള്ളത് മാത്രം. തീർച്ചയായിട്ടും ഒറ്റ ചോദ്യം കൂടെ എനിക്ക് സാറിനോട് ചോദിക്കണം എന്നുണ്ട്. കാരണം സിനിമാ ജീവിതം തുടങ്ങി ആദ്യ 10 വർഷത്തിനുള്ളിൽ 7 ചിത്രങ്ങൾ സാർ ചെയ്തു. പിന്നെ ഒരു ചിത്രത്തിന് വേണ്ടി 10 വർഷം. എന്താണ് സാർ ആട് ജീവിതം അത്രയും സ്പെഷ്യലായതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? ബെന്യാമിനിലെ ഈ പുസ്തകത്തിൻ്റെ തലവാചകമായിട്ട് പറയാറുണ്ട്, നാം അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ്. പലപ്പോഴും ഇനി അത് ഒരു കെട്ടുകഥ പോലെ ഓർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഓരോ വാക്കുകൾ പറയുമ്പോഴും എൻ്റെ മനസ്സ് അലിയുകയും നനയുകയും ഒക്കെയാണ്. കാരണം എന്നോട് കാണിക്കുന്ന സ്നേഹം, ബഹുമാനം ഒക്കെ അത് ഈ സിനിമയോടുള്ളതാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഈ ഒരു സ്നേഹം കൂടി നമ്മളൊന്ന് സാറിനെ അറിയിക്കാൻ പോവുകയാണ്. ഇതിനു വേണ്ടിയിട്ട് അമൃതവേദിയുടെ അജിതൻ ഡയറക്ടർ അദ്ദേഹത്തെ പൊന്നാട ചാർത്താനായിട്ട് മുന്നോട്ട് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഒരു സ്പോൺസർ കൂടിയാണ്, ഇന്നത്തെ ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസേഴ്സിൽ ഒരാളാണ്. മലയാള സിനിമയ്ക്ക് വേണ്ടി 16 വർഷത്തെ ഒരു വലിയ ഇൻ്റർവെൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ബ്ലെസി സാറിന് എഴുന്നേറ്റ് നിന്ന് തന്നെ ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് അഭിമാനമാകാൻ പോകുന്ന ആട് ജീവിതം ദ ഗോഡ് ലൈഫിന് വേണ്ടി ബ്ലെസി സാർ ഇവിടെ ഇതാ ഏറ്റുവാങ്ങാൻ ഓസ്കറിന്റെ വേദിയിലേക്ക് മലയാളത്തെ എത്തിക്കാൻ പോകുന്ന ഈ സംവിധായകന് മുന്നിൽ സിനിമാ പ്രേമികൾ ലോകം മുഴുവൻ തല കുമ്പിട്ട് തന്നെ പറയാണ്, നന്ദി സാർ, വേറെ ഒന്നും തന്നെ പറയാനില്ല. 16 വർഷം ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചയുടെ അനുഭവം മാറ്റിവെച്ചതിന് വേണ്ടി പൃഥ്വി, താങ്ക് യു സോ മച്ച്. ഈ ഒരു മൊമെന്റിൽ തന്നെ റഹ്മാൻ സാറിന്റെ ഒരു സാന്നിധ്യം കൂടി ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യണം. സർ, ഇറ്റ് വുഡ് ബി പ്രിവിലേജ് ഇഫ് യു ക്യാൻ ഹാവ് യുവർ പ്രസൻസ് ഓൾസോ ഹിയർ ഓൺ ദ സ്റ്റേജ് പ്ലീസ് സർ. ഫോറിൻ ലാംഗ്വേജിന് വേണ്ടി ആട് ജീവിതം ഓസ്കറിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അന്ന് നമുക്ക് ഒരുമിച്ച് പറയാം, മ്യൂസിക് ലോഞ്ച് സെറിമണി സാക്ഷ്യം വഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. സിനിമയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയുള്ള സമർപ്പണമായിരിക്കും ആട് ജീവിതം ദ ഗോഡ് ലൈഫ് എന്ന ഈ ഒരു ചിത്രം. ഇനി അടുത്തതായിട്ട് NFT. നമുക്കറിയാം മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു NFT ആദ്യമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അവർ NFTയുടെ ലോഞ്ചാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സുഭാഷ് ജോർജ് ആണ് ദ ഡയറക്ടർ. ദ ടെക് ബാങ്ക് മൂവീസ് ലണ്ടൻ ആണ്. അദ്ദേഹമാണ് ഇതിൻ്റെ co-founder ഓഫ് DNFT. Thank you very much. Well, I have no words to say when these legends are standing here. But first of all, very good evening to all. And I would like to thank the visionary director, Blessy sir, the international legendary music director, A.R. Rahman sir, the key talents in this film, Prithviraj, Amala Paul, and the entire crew. Thank you very much for allowing us to take this journey of hope with you. അതുപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഇത് പുതിയതാണ്, ഇത് ആൾക്കാർ മനസ്സിലാക്കി വരുന്നുള്ളൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം, ലൈക്ക് സോഷ്യൽ മീഡിയ, ലൈക്ക് എന്താ പറയുക, ഗൂഗിൾ പേ ഒക്കെ പോലെ ദിസ് ടെക്നോളജി വിൽ ഗ്രോ. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ഡീപ്പ് ഇൻ ടു ഇറ്റ്. ബിഫോർ ദാറ്റ് എനിക്ക് ആകെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് ഇതെൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഇതുപോലൊരു ലെജൻഡറി അല്ലെങ്കിൽ വിഷനറി ഡയറക്ടർ ഇങ്ങനൊരു കൺസെപ്റ്റ്, അതായത് ഓവർകം ഫിയർ ത്രൂ ഹോപ്പ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ഫിലോസഫി, അങ്ങനെ ഒരു കാര്യം ബ്ലസി സാറിനെ പോലെയുള്ള വിഷനറി ഡയറക്ടർ കൺസീവ് ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു, അതിന് ലൈഫ് കൊടുക്കുന്നത് ദ ഗോഡ് ഓഫ് മ്യൂസിക്, ഇന്ത്യാസ് ഓസ്കാർ വിന്നിംഗ് ഡയറക്ടർ, ദ ലെജൻഡറി A.R. റഹ്മാൻ എന്ന് പറഞ്ഞപ്പം ദെൻ ഐ ഡിൻ ഹാവ് ടു തിങ്ക്. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഡിസിഷൻ എടുത്തു. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ, കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഇറ്റ് വിൽ ബി ബെസ്റ്റ് ഇൻ ദ വേൾഡ്. എങ്ങനെ പോയാലും ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ ടോപ്പ് ഇൻ ദ വേൾഡ്. ആൻഡ് ഐ എം നോ വൺ ടു ജഡ്ജ് ഇറ്റ്. ആൻഡ് the entire DNFT, Decentralized International Film Loving Community, is very much thankful and honored that A.R. Rahman sir will be minting the world's first musical DNFT. Obviously നമുക്കറിയാം മലൈക്കോട്ട് വാലിബനിൽ ഇതിൻ്റെ ഫിലിം സ്റ്റിൽസിൻ്റെ ഫസ്റ്റ് ഇമേജ് മിൻറ്റ് ചെയ്തത് ലാലേട്ടനാണ്. ലാലേട്ടൻ്റെ ബ്ലെസ്സിങ് കൊണ്ട് എല്ലാം നന്നായിട്ട് പോകുന്നു. ലാലേട്ടൻ്റെ ഭാഷയിൽ പറയുന്ന പോലെ നല്ല സവാരി ഗിരിഗിരിയായിട്ട് പോകുന്നു. താങ്ക് യു വെരി മച്ച്.
So yeah, I would invite Roman sir to just mint the DNFT for us. Thank you. റഹ്മാൻ സാറാണ് NFT ലൈവ് ആദ്യമായിട്ട് മിന്റ് ചെയ്യാൻ പോകുന്നത്. സോ ആർ യു റെഡി? ഓൺ ദ കൗണ്ട് ഡൗൺ ഫോർ 3 2 1. റഹ്മാൻ സാറാണ് മിന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു മെമെന്റോസ് കൂടി നമ്മളൊന്ന് നൽകാൻ പോവുകയാണ് ഫ്രം യുവർ സൈഡ്. ലാൽ സാറും കൂടിയൊരു സാന്നിധ്യത്തിൽ റഹ്മാൻ സാർ ആൻഡ് ടു ബ്ലസ്സി സാറാണ് അടുത്തതായിട്ട് ഏറ്റുവാങ്ങാനായിട്ട് വരുന്നത്. അടുത്തതായി പൃഥ്വിയെയാണ് ഞങ്ങളൊന്ന് മുന്നോട്ട് ക്ഷണിക്കുന്നത് മെമെന്റോ ഏറ്റുവാങ്ങാനായിട്ട്. ഇനി അടുത്തതായി ഞങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ വിഷ്വൽ റൊമാൻസ് എന്ന കമ്പനി തന്നെയാണ്. അവരുടെ മ്യൂസിക് കമ്പനിയുടെ ലോഞ്ചാണ് ഇനി നമ്മൾ ഒരു വേദിയിൽ വെച്ച് കാണാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു. മ്യൂസിക് കമ്പനി, വിഷ്വൽ റൊമാൻസിൻ്റെ മ്യൂസിക് കമ്പനി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. വിഷ്വൽ റൊമാൻസ് മ്യൂസിക് ആണ് ഇവിടെ ഇതാ മ്യൂസിക് കമ്പനി നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. റഹ്മാൻ സാറിൻ്റെ ഈ ഒരു സാന്നിധ്യത്തിൽ തന്നെയാണ് വിഷ്വൽ റൊമാൻസിൻ്റെ മ്യൂസിക്. ഹോപ്പ് സോങ്ങിൻ്റെ ലോഞ്ച് ലാൽ സാറാണ് അതിൻ്റെ വീഡിയോ ഒന്ന് ലോഞ്ച് ചെയ്യേണ്ടത്. റഹ്മാൻ സാർ ഓൾറെഡി അതിന് ഇവിടെ അത് നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊമോഷണൽ സോങ് കൂടിയാണ് ലാലേട്ട. ലാൽ സാർ പ്ലേ പറഞ്ഞാൽ ഡെയിൽ പ്ലേ ആണ്. പ്ലേ. नशतर रात खत्म चलता नूर रोशन मेरे आँख की नमी बूंद दरिया बनी तेरे तूफान कहा जब हो रहमत खड़ी जब वो मेहरबान कश्ती मेरी लहरों के पार है करम बरसा आसमां खुल गया नीला मौसम चुप है अब सारे सितम
life is restored in places once considered lost. Through the energy of hope, the belief in unseen, truth serves as binding force, uniting nature, humanity, and the world. May the emergence of new hopes bring blessings. God bless. 2018 ആദ്യത്തെ ഷെഡ്യൂൾ നമ്മൾ തുടങ്ങുന്നത്. അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ പിന്നീട് അടുത്ത ഷെഡ്യൂളുകളിൽ ഉണ്ടായിരുന്നില്ല. 2022 ഈ സിനിമയുടെ അവസാന ഷെഡ്യൂൾ ചിത്രീകരിക്കുന്നത്. അപ്പം പല ഷെഡ്യൂളുകളിലായി ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവരെയൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് ഈ സിനിമ പാക്കപ്പ് ചെയ്തില്ല എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊന്ന് പാക്കപ്പ് ചെയ്യുവാനായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിനായിട്ട് എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇൻക്ലൂഡിങ് റസൂൽ, റഹ്മാൻ സാർ, അമല, രാജു, അങ്ങനെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടീം മെമ്പേഴ്സിനെ ഒരു ഇതിലേക്ക്, ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലേക്ക് ക്ഷണിക്കുന്നു. ഇത്രയും നേരം ഒരുപാട് നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്ന ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.